കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ 10th ചാപ്റ്റർ തുടങ്ങി. അതിൽ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. മുന്നേ പഠിച്ചതാണ്. ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസും ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്സും രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സൈഡ്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏതൊക്കെയാ ക്ലാസിഫിക്കേഷൻ വരാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, സ്കലൈൻ ട്രയാങ്കിൾ. ഇനി ആംഗിളിന്റെ ബേസിലാണെങ്കിൽ acute angled triangle, obtuse angled triangle, പിന്നെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ അല്ലെ? മീഡിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ മീഡിയൻ? സെഗ്മെന്റ് ജോയിനിങ് എ വേർട്ടെക്സ് ടു ദി മിഡ് പോയിന്റ് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് വേർട്ടെക്സ്. ഒരു വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജോയിൻ ചെയ്യുന്ന, ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചായിരുന്നോ? പേജ് നമ്പർ 125. പേജ് നമ്പർ 125. Median of a triangle, first sentence. Median of a triangle is a line segment joining a vertex to the midpoint of the side opposite to that vertex. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അതിനെ കുറച്ച് താഴെയായിട്ട് ഒരു സെന്റൻസ് കൂടി കാണാം. എ മീഡിയൻ ലൈസ് wholly in the interior of a triangle. ഒറ്റൊരു സെന്റൻസ് മാത്രമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു സെന്റൻസ് എവിടെയുണ്ട്? എ മീഡിയൻ ലൈസ് wholly in the interior of a triangle. അതായത് മീഡിയൻ എന്ന് പറയുന്നത് മുഴുവനായിട്ടും ഇന്റീരിയർ, ആ ട്രയാങ്കിളിന്റെ അകത്ത് വരുന്നതാണ്, പുറത്തേക്ക് അതിന് എക്സ്റ്റൻഷൻ വരുന്നില്ല. അതിന് താഴെയുള്ള സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. എ ട്രയാങ്കിൾ ഹാസ് 3 medians which always meet inside the triangle irrespective of the type of triangle. അതുവരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. A triangle has 3 medians which always meet inside the triangle irrespective of the type of triangle. ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണെങ്കിലും അതിന് 3 മീഡിയൻ ഉണ്ടാകും. ആ 3 മീഡിയനും ഒരുമിച്ച് വരയ്ക്കുകയാണെങ്കിൽ അതൊരു പോയിന്റിൽ ജോയിൻ ചെയ്യും. അത് ഇൻസൈഡിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും. നെക്സ്റ്റ് അതിന്റെ താഴെ, ആ രണ്ട് ട്രയാങ്കിളിന്റെ താഴെയായിട്ട്, note that in each triangle 3 medians intersect each one point inside the triangle. This point is known as the centroid of the triangle. ആ centroid of the triangle എന്നും കൂടി അണ്ടർലൈൻ ചെയ്ത് നോക്കാം. Centroid of the triangle. ഓക്കെ, അപ്പൊ മീഡിയൻ എന്താന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, altitude of a triangle. Altitude of a triangle. The altitude of a triangle is the perpendicular drawn from a vertex to the line containing the opposite side. It measures the distance between the vertex and the opposite side. അതായത് മീഡിയനും ആൾട്ടിറ്റ്യൂഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് എന്ത്? ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ആ വേർട്ടെക്സും ആ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ആൾട്ടിറ്റ്യൂഡ്. തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പറഞ്ഞുതരാം. ഇതിപ്പോ ഒരു ട്രയാങ്കിൾ, ഇതൊരു സ്കലൈൻ ട്രയാങ്കിൾ ആണ് അല്ലെ? 3 സൈഡും ഡിഫറെന്റ് ആയിട്ടുള്ള സ്കലൈൻ ട്രയാങ്കിൾ ആണ്. ഇതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ
വേർട്ടെക്സിൽ നിന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്റർ പോയിന്റിലേക്കുള്ള ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത്? എ, ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിന്റെ എ പി, അടുത്ത ബി എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് നമുക്ക് എ സി എന്ന് പറയുന്ന ലൈനിലേക്ക് മീഡിയം വരയ്ക്കാം. അങ്ങനെ അതിന്റെ കറക്റ്റ് സെന്റർ പോയിന്റിലേക്ക് വരച്ചാൽ മതി. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റ് ഒന്നും നമുക്ക് വരയ്ക്കാം. ജോയിൻ ചെയ്യുന്നത് ഒരു പോയിന്റിലായിരിക്കും. ആ പോയിന്റിനാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയാം. പി ക്യു ആർ. ഇത് മൂന്നുമാണ് എന്ത്? ഇതോ എന്ന് പറയുന്ന പോയിന്റ്. ഇത് മൂന്നുമാണ് ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ മീഡിയൻസ്. 3 മീഡിയൻസ് ഉണ്ട്. ഇനി ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലോ? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇവിടേക്ക് നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 90 ഡിഗ്രി വരണം. എക്സ് വൈ സിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാം. എക്സ് വൈ സെഡ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മീഡിയൻസ് ജോയിൻ ചെയ്യുന്നത് O എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെൻട്രോയിഡ് എന്ന് പറയുന്നത്. എന്നാല് ആൾട്ടിറ്റ്യൂഡ്സ് എ എക്സ് ബി വൈ സി സെഡ് എന്ന് പറയുന്ന ഈ 3 ആൾട്ടിറ്റ്യൂഡ്സും ഒരു പോയിന്റിലല്ല ജോയിൻ ചെയ്യുന്നത്, അല്ലെ? ഒരു പോയിന്റിലാണ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടോ, ജോയിൻ ചെയ്യുന്നത് വേറെ വേറെ പോയിന്റ്സിലാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് മീഡിയൻസ്? മീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? എ പി, പിന്നെ ബി ക്യു. ഇതൊന്ന് വേഗം വരച്ചു വെച്ചോ കേട്ടോ. 2 കളർ ഉണ്ടെങ്കിൽ 2 കളറിൽ തന്നെ ആൾട്ടിറ്റ്യൂഡും മീഡിയൻസും വരച്ചു വെക്കുക. ബി ക്യു സി ആർ. ഇനി ആൾട്ടിറ്റ്യൂഡ്സ്. ഏതൊക്കെ ആൾട്ടിറ്റ്യൂഡ്സ്? എ എക്സ് ബി വൈ സി സെഡ്. എ എക്സ് ബി വൈ സി സെഡ്. മീഡിയൻസ് ഏതാണെന്ന് എഴുതി വെക്കുക. ആൾട്ടിറ്റ്യൂഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കുക. ഇത് കാണുമ്പോൾ തന്നെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അതായത് ആൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് പെർപെൻഡിക്കുലർ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇവിടെയും റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇവിടെയും റൈറ്റ് ആംഗിൾ സെറ്റ്. അപ്പൊ എന്താ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ ട്രയാംഗിൾ? ഞാൻ പറയുന്ന ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. കഴിഞ്ഞില്ലേ? എഴുതിയില്ല. പെട്ടെന്ന് എഴുതി. ഓക്കെ. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ
ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. The altitude of a triangle is the perpendicular drawn from a vertex to the line containing the opposite side. ഒരു വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ആൾട്ടിറ്റ്യൂഡ്. മിസ് ആ മറ്റേ ഈ ബ്ലൂ ലൈനില് 2 എന്നാണത്. ബ്ലൂ ലൈനില് 2 എന്നാണത്. 2 അല്ല, അത് സെഡ്, XYZ. നെക്സ്റ്റ് ആൾട്ടിറ്റ്യൂഡിന്റെ ഒരു പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ, പ്രോപ്പർട്ടി അല്ല, ഇറ്റ് മെഷേഴ്സ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വേർട്ടെക്സ് ആൻഡ് ദി ഓപ്പോസിറ്റ് സൈഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് നമുക്കത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ലൈൻ തന്നെ വേണം. ഇത് വരച്ചു കഴിഞ്ഞല്ലേ? കഴിഞ്ഞു മിസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. ഇപ്പൊ ഈ രണ്ട് പാരലൽ ലൈൻസ്, ഈ രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോ ഈ ലൈൻ വരുമോ? ഡിസ്റ്റൻസ്, ദൂരം. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ വേറെ ദൂരല്ലേ കിട്ടുക? ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ വേറെ ഡിസ്റ്റൻസ് അല്ലേ കിട്ടുക? ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ വേറെ ഡിസ്റ്റൻസ് അല്ലേ കിട്ടുക? അല്ലെ? കറക്റ്റ് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ലൈൻ ആണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നമ്മള് ഈ പോയിന്റും ആ പാരലൽ ലൈൻസിലെ മറ്റേ ലൈനിന്റെ രണ്ട് പോയിന്റ്സും കൂടിയിട്ട് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. ഒരു ട്രയാങ്കിൾ വരച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ വേർട്ടെക്സും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് വരയ്ക്കണം? ആൾട്ടിറ്റ്യൂഡ് ആയിരിക്കണം വരയ്ക്കേണ്ടത്. ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ വേർട്ടെക്സും ഈ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ an altitude of a triangle measures the distance between the vertex and the opposite side. വേർട്ടെക്സും ഓപ്പോസിറ്റ് സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ആൾട്ടിറ്റ്യൂഡ്. Then, since every triangle has 3 vertices, all triangles have 3 altitudes. These altitudes of a triangle may be inside the triangle or coincide with the side or lie outside. ഈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, മീഡിയൻ എന്ന് പറയുന്നത് ഫുള്ളി ഇൻസൈഡ് ദി ട്രയാങ്കിൾ ആണ്, അല്ലേ? മീഡിയൻ എപ്പോഴും ഇൻസൈഡ് ദി ട്രയാങ്കിൾ ആയിരിക്കും. എന്നാൽ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് എന്താവണമെന്നില്ല, ഇന്റീരിയർ ഓഫ് ദി ട്രയാങ്കിൾ ആവണമെന്നില്ല. ദാറ്റ് മീൻസ് എപ്പോഴും ആ ട്രയാങ്കിളിന്റെ അകത്ത് തന്നെ ആവണമെന്നില്ല. ഒന്നുകിൽ അതെന്താവാം, ഒരു സൈഡിന് കോയിൻസൈഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി ട്രയാങ്കിൾ ആവാം. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോ 3 തരത്തിലുള്ള ട്രയാങ്കിൾ ഇവിടെ ഞാൻ വരയ്ക്കാം. ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ. എന്ത് ട്രയാങ്കിൾ അത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ അല്ല, സ്കലൈൻ ട്രയാങ്കിൾ, അക്യൂട്ട് ആംഗിളിന്റെ ട്രയാങ്കിൾ. ഇനി വരയ്ക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇനി വരയ്ക്കാൻ പോകുന്നത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. This is an obtuse angled triangle. ഇതിന് ഓരോന്നിന്റെയും ആൾട്ടിറ്റ്യൂഡ് നമുക്ക് വരച്ചു നോക്കാം. ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന്
ജസ്റ്റ് നേരെ പെർപെൻഡിക്കുലർ താഴേക്ക്. ഓക്കെ, ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ്, ഈ പോയിന്റിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ താഴേക്ക്, അതായത് ഈ സൈഡിന് കോയിൻസൈഡ് ചെയ്ത് വരുന്നു. ഇനി ഈ ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ ഇത് കിട്ടണമെങ്കിൽ, ആൾട്ടിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ, ഈ പോയിന്റിന്റെ ആൾട്ടിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെയുള്ള സൈഡ് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ഈ പോയിന്റിൽ നിന്ന് താഴേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഈ വേർട്ടെക്സും ഈ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, 3 ആൾട്ടിറ്റ്യൂഡും 3 രീതിയിലാണ് വരുന്നത്. ആദ്യത്തെ ട്രയാങ്കിളിന് ഇന്റീരിയർ ടു ദി ട്രയാങ്കിൾ അല്ലെ, രണ്ടാമത്തേതിനോ കോയിൻസൈഡ് വിത്ത് എ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു. മൂന്നാമത്തേതോ ഒബ്റ്റ്യൂസ് ആംഗിളുടെ ട്രയാങ്കിൾ ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് എക്സ്റ്റീരിയർ ടു ദി ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിളിന്റെ പുറത്തായിട്ടാണ് വരുന്നത്. എന്നാൽ മീഡിയൻസ് എപ്പോഴും ഇങ്ങനെ വരില്ല. മീഡിയൻസ് എപ്പോഴും എന്തായിരിക്കും? ഇന്റീരിയർ ടു ദി ട്രയാങ്കിൾ, ഇൻസൈഡ് ദി ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജില് പേജ് നമ്പർ 126 നോട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. In an acute angle triangle, all the altitudes lie inside the triangle. In an acute angle triangle, all the altitudes lie inside the triangle. അതൊന്ന് ടിക്ക് ഇട്ട് വെച്ചോ, അത് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. Next, in a right triangle, 2 altitudes coincide with 2 sides of a triangle. റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിൾസ് ആണെങ്കിൽ, എന്ത് വരും? രണ്ട് ആൾട്ടിറ്റ്യൂഡ്സ് 2 സൈഡ് ആയിട്ട് കോയിൻസൈഡ് ചെയ്ത് വരും. ഇൻ ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഓൾ ദി ആൾട്ടിറ്റ്യൂഡ്സ് ഡു നോട്ട് ലൈ ഇൻസൈഡ് ദി ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ ആൾട്ടിറ്റ്യൂഡ്സും ഇൻസൈഡ് ദി ട്രയാങ്കിൾ ആവണമെന്നില്ല, ഒന്നോ രണ്ടോ എണ്ണം ചിലപ്പോ പുറത്തു വരാം. In every triangle, the 3 altitudes intersect at one point. This point is known as orthocenter. In every triangle, 3 altitudes intersect at one point. This point is known as orthocenter. നമ്മൾ നേരത്തെ പറഞ്ഞു മീഡിയൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നു. അതേപോലെ ഈ ആൾട്ടിറ്റ്യൂഡ്സ് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിനെ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ ഓർത്തോ സെന്റർ എന്ന് പറയുന്നു. അതെങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്നത്? ഓക്കെ, ഒരു ട്രയാങ്കിൾ നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ്സ് ഏതൊക്കെയാന്ന് നമുക്ക് ആദ്യം വരച്ചു നോക്കാം. ഇതൊരു ആൾട്ടിറ്റ്യൂഡ്, ഇതൊരു ആൾട്ടിറ്റ്യൂഡ്, ഇതൊരു ആൾട്ടിറ്റ്യൂഡ്. ഇനിയിപ്പോ ഇത് എവിടെയാ കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഓർത്തോ സെന്റർ എന്ന് പറയുന്നത്.
ഓക്കെ, ഇതിപ്പോ കോയിൻസൈഡ് ചെയ്യുന്നില്ല. അഥവാ ഏതെങ്കിലും പോയിന്റ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓർത്തോ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിൾസിന്റെ ആംഗിൾസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് ആംഗിൾസ് ഉണ്ട് ട്രയാങ്കിൾസിന്. നിങ്ങൾ വിചാരിക്കും 3 ആംഗിൾസ് മാത്രമേ ഉള്ളൂ അല്ലേ? ട്രയാങ്കിൾസിന് 3 ആംഗിൾസ് അല്ല, കുറേ ആംഗിൾസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തിയറം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ആദ്യം അറിയുന്ന കാര്യമാണ് അല്ലെ. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഓക്കെ, അതിന്റെ പ്രൂഫ് വേണ്ടേ ഇനി? അതെങ്ങനെയാ 180 ഡിഗ്രി ആയത്? വേണോ? വേണോ? ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണെന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം മതിയോ? അത് നമുക്ക് തെളിയിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെയും സം 180 ഡിഗ്രി ആണ്, അപ്പൊ അവര് ചോദിച്ചു നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നേ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അറിയാത്ത കാര്യങ്ങൾ നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ അങ്ങനല്ലേ ചോദിക്കുക, അതിനെന്തെങ്കിലും തെളിവുണ്ടോ, എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അതെങ്ങനെ പറഞ്ഞു കൊടുക്കും? അതിനാണ് നമ്മൾ എന്ത് പഠിച്ചേ? പാരലൽ ലൈൻസിന്റെ ഇന്റീരിയർ ആംഗിൾസും ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, എക്സ്റ്റീരിയർ ആംഗിൾസ് ഒക്കെ പഠിച്ചത്. അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ പ്രൂഫ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രൂഫ് ഇപ്പൊ തുടങ്ങിയാല് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്.